ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂനീസ് വേൾഡ്. ഇന്ന് ഞാൻ ഇപ്പോൾ പറയാനിരിക്കുന്നത് ഒരു ചെറിയ ഒരു പാരബിളാണ്. യേശു പറഞ്ഞ ഉപമ പറയുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ വഴിയിൽ കള്ളന്മാരുടെ അകപ്പെട്ട് അർദ്ധപ്രാണനായ റോഡിൽ കിടന്നിട്ട് അവരെ ഇങ്ങനെ ആക്കിയിട്ട് കള്ളന്മാർ എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ആ വഴിയെ ഒരു പുരോഹിതൻ കടന്നു വന്നു മാറി നിന്ന് നോക്കിയിട്ട് കടന്നുപോയി. രണ്ടാമത് ലേവ്യൻ കടന്നു കണ്ടു നോക്കിയിട്ട് കടന്നുപോയി. മൂന്നാമത് ഒരു വ്യക്തി വന്ന് കണ്ട് മനസ്സലിഞ്ഞ് അടുക്കൽ വന്ന് മുറിവുകളെല്ലാം കെട്ടി സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു കൊണ്ട് വഴിയമ്പലത്തിൽ ഒരു റൂമിലാക്കിയിട്ട് ഒരു ലോഡ്ജിലാക്കിയിട്ട് പറഞ്ഞു, കാര്യസ്ഥനോട് പറഞ്ഞു, ഈ വ്യക്തിയെ നോക്കിക്കോണം, എന്ത് ചിലവ് വന്നേലും ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് അവിടെ നിർത്തിയിട്ട് അവിടെ എല്ലാ സാധനവും തിരിച്ചു കൊടുത്തിട്ട് കടന്നുപോയി. ഈ 3 പേരിൽ ആരാണ് ആ വ്യക്തിയെ നോക്കിയത്? ആ നല്ല ശമരിയക്കാരൻ. അത് നല്ല ശമരിയക്കാരൻ എന്നുള്ള വ്യക്തിയായിരുന്നു അത് ചിരിച്ചുകൊണ്ട് കൊടുത്തത്. നല്ല ശമരിയക്കാരനെ പോലെ ആകണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. എല്ലാ മുറിവുകളും കെട്ടി വഴിയമ്പലത്തിലാക്കിയിട്ട് കടന്നുപോയ ആ നല്ല ശമരിയക്കാരനെ പോലെ നാമും യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ യേശുവിനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കാമെന്ന് വെച്ചാൽ, നാം മറ്റുള്ളവരെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അയൽക്കാരെ എല്ലാം സ്നേഹിക്കുക. അയൽക്കാർ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ കടമ ചെയ്യുക, നമ്മൾ സ്നേഹിക്കുക. തിരിച്ച് സ്നേഹിച്ച് തന്നില്ലേലും യേശു അത് കാണുന്നു. അതായത് നല്ല ശമരിയക്കാരനെ പോലെ ആയിത്തീരുവാൻ നമ്മൾക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കാം, യേശുവെ നിന്നെപ്പോലെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാനും എന്നെ സ്നേഹിപ്പാനും ആദ്യം കൃപയിൽ തന്നെ. നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ ആൾക്കാരെ സ്നേഹിക്കുക. സ്നേഹിതന്മാർ ആരും കൂടെയല്ലേ, യേശു കൂടെയുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവിഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവിഷ്ടം ചെയ്യുന്നവൻ മാത്രം നിൽക്കുകയുള്ളൂ, അല്ലാത്തൊരൊന്നും ഇല്ല ലോകത്ത്. യേശുവിനെ സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് തന്നെത്താനെ സ്നേഹിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകി തരുമാറാകട്ടെ. ഈ പാരബിൾ എപ്പോഴും ഓർക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള ഈ പാരബിൾ നല്ല ശമരിയക്കാരനെ പോലെ ആയിത്തീരുവാൻ നമ്മളെല്ലാവരെയും ഒരുക്കുവാൻ ദൈവം രാത്രികാലം ഇടയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ദൂരത്തിൽ നിന്ന് ഞാൻ നിൽക്കുന്നു. താങ്ക് യു.